ഹായ് ഗൈസ്, മാത്യു തോമസിന്റെ ലവ്ലി എന്നുള്ള പടം 3D പടം. അതിൽ പ്രധാന കഥാപാത്രം മാത്യു തോമസ്, പിന്നെ ഒരു ഈച്ചയാണ്. ഈച്ചക്ക് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത് ശിവാംഗിയാണ്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയി പാട്ട് പാടുന്ന, കുക്കിംഗ് ഷോയിലൊക്കെ പോയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ശിവകാർത്തികേയന്റെ ഡോൺ എന്നുള്ള പടത്തില് ഫേമസ് ആയ ഡയലോഗ് ഉണ്ടല്ലോ, ഫ്രണ്ടിക്ക് മേളെ ലവ് വർക്ക് കീഴ്. അതിലൂടെയാണ് പുള്ളിക്കാരി ഭയങ്കര ഫേമസ് ആയത്. അവരാണ് ഈ ഈച്ച എന്നുള്ള കഥാപാത്രത്തിന് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. സത്യം പറയല, ശിവാംഗി എന്നുള്ളൊരു നടിക്ക് ഇങ്ങനെ ഒരു എൻട്രി കിട്ടിൽ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു. മാത്യു തോമസിന്റെ പടമാണ്, 3D പടമാണ്. ഈച്ച എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ പടം. ശിവാംഗി വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതെല്ലാം കൊണ്ടും പടം ഒന്ന് കാണാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പടം കണ്ടുപോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത്രയും അൺസഹിക്കബിൾ ആയിരുന്നു. തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ചില സീനുകളൊക്കെ ഉണ്ട്, ഒരു ഓഫീസിന്റെ ഉള്ള സീനുകളൊക്കെ ഉണ്ട്. അതായത് മാത്യു പോകുന്ന ഒരു ഓഫീസിന്റെ ഉള്ള ചില സീനുകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ സീനുകളൊക്കെ വെച്ചാൽ എങ്ങനെ കുട്ടികളിരുന്ന് കാണിക്കോ നമ്മള്? ഇപ്പൊ ബറോസിന് ശേഷം വന്നൊരു 3D പടമാണ്. അപ്പൊ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ വെച്ച് ഞാൻ മോളെയും കൂട്ടിയിട്ടാണ് പോയത്. അവർക്കും കണ്ട ഒരു രസം ഉണ്ടാവുമല്ലോ വെച്ചിട്ട്. എവിടെ ഇങ്ങനെയുള്ള കണ്ടന്റോ ഇങ്ങനത്തെ സീനുകളൊക്കെ കാണിക്കുമ്പോൾ കുട്ടികളെ നമുക്ക് ഒരിക്കലും ഇരുത്തി കാണിക്കാൻ പറ്റില്ല. ആ കണ്ടന്റ് സിനിമക്ക് അതൊന്നും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമൊന്നുമല്ല. പിന്നെ എന്തിനാണ് അവരെ ഫസ്റ്റ് തന്നെ കയറ്റി വെച്ചതെന്ന് അറിയില്ല. ഭാഗ്യത്തിന് ഒരു പ്ലേ ഹൗസിൽ തിയേറ്ററിലാണ് പോയി. അതുകൊണ്ട് ഞാൻ ആ സീൻ വന്നപ്പോഴേ മോളോട് പറഞ്ഞു, സ്ലൈഡ് പോയി കയറിക്കോ, പോയി അവിടെ ബോളൊക്കെ വെച്ച് കളിച്ചോ. അല്ലാതെ അവിടെ അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുക കുട്ടികളെ. ബറോസിന് മുന്നേ ആം ഉണ്ടായിരുന്നു. ആം നല്ലൊരു പടമായിരുന്നു. 3D ആയിട്ട് അതിൽ ഒരുപാട് ഇല്ലെങ്കിൽ പോലും കുട്ടികളെയും കൊണ്ടുപോയ ഒരു രസമുള്ളൊരു പടമായിരുന്നു. അതിനുശേഷമുള്ളൊരു പടം 3D കുട്ടികൾക്ക് കണ്ട ഒരു വെക്കേഷൻ ടൈം അല്ല, ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ വെച്ച് കൊണ്ടുപോയതാണ്. ഒരു 3D സംഭവം പടത്തിലില്ല. എന്തിനാണ് ഇവർ 3D ആക്കിയെന്ന് സത്യം പറഞ്ഞറിയില്ല. പിന്നെ കുറെ സ്ഥലങ്ങളിൽ തേഞ്ഞ പോലെയും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ സീനുകള്, കുറെ സീനുകളിൽ ലൈറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഒരു മങ്ങിയ പോലെ, ഒരു മൂടലടിച്ച പോലെയാ. ആഷിക്ക പോവാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി. എനിക്ക് അതൊക്കെയാണ് സംശയം. പുള്ളിക്കാരൻ തന്നെയാണോ ശരിക്കും സിനിമാറ്റോഗ്രാഫി, അല്ല ഇതിൽ ചുമ്മാ വെച്ചു കൊടുത്താണോ അറിയില്ല. ഒരു ഫാന്റസി പടം എന്നുള്ള രീതിയിൽ ആ ഫാന്റസി സംഭവങ്ങൾ കാണിക്കുന്നതിലും ഒരു നീതി പുലർത്തി ചോദിച്ചാൽ അതും നീതി പുലർത്തിയിട്ടില്ല. ഒരു 5 മിനിറ്റ് എന്തോ ഇമാജിനറി ആയ ഒരു സംഭവം കാണിക്കുന്നുണ്ട്. അത് കുറച്ചെങ്കിലും പടത്തിൽ രസമുള്ള പോർഷനാണ്. വളരെ കുറച്ച് പോർഷനാണ്, അത്രേ ഉള്ളൂ. ബാക്കി ഒന്നും പടത്തിലില്ല. അതന്നെ നമുക്ക് പോയി എന്തെങ്കിലും കണ്ടുവല്ല തോന്നാനുള്ളതേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ഈ പടത്തിന്റെ 3D ഈച്ച അങ്ങനൊന്നും വെച്ചിട്ട് ഒന്നും കിട്ടാനില്ല. മാത്യു വരുന്ന സീനുകളാണ് പിന്നെങ്കിലും ഒരു ഓക്കെ എന്തെങ്കിലും സംഭവിക്കുമോ തോന്നിയത്. ബാക്കി ഒരു സീനിലും എല്ലാം പ്ലെയിൻ ആണ്, ഒന്നുമില്ല പടത്തില്. പിന്നെ ബാബുരാജ് ഉണ്ട്. ബാബുരാജ് 1-2 ഡയലോഗേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നെ മാത്യുവിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അയാൾക്ക് കുറച്ച് റോൾ ഉണ്ട്. അത് കൂടാതെ പിന്നെ ഉള്ളൊഴുക്കിലെ നടനുണ്ടല്ലോ, എന്നുവെച്ചാൽ പാർവതിയുടെ ഫസ്റ്റ് ഭർത്താവായിട്ട് വരുന്ന ആള്, പുള്ളിക്കാരുണ്ട് ഇതില്. പിന്നെ മാത്യുവിന്റെ അമ്മയായിട്ട് അഭിനയിച്ചാൽ നമ്മൾ കണ്ടുപരിചയമുണ്ട്. എല്ലാവർക്കും കുറച്ച് സീനുകളേ ഉള്ളൂ. കാര്യമായിട്ട് മാത്യു ഈച്ചയാണ് മെയിൻ എന്ന് പറയാന്നേ ഉള്ളൂ. എന്നാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും കഥയുണ്ടോ വെച്ചാൽ ഒരു കഥയില്ല. അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം ഡയറക്ടർക്കും റൈറ്റർക്കും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. നമുക്ക് ഒരു തോന്നലും ഇല്ല അവർ തമ്മിൽ എന്താണ് ബന്ധം, എങ്ങനെ ഇവർ തമ്മിൽ ബന്ധമായത്. പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ആ ഒരു ഈച്ചക്ക് ഉണ്ടല്ലോ, അവർ കൃത്യ സ്ഥലമുണ്ട്, അതിനുള്ളിൽ മാത്രമേ പോകാൻ പറ്റൂ. പുറത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു ഈച്ചയാണ്. നമ്മൾ നോട്ട് ചെയ്യണം. അതാണ് ഈ സിനിമയിലെ ട്വിസ്റ്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ്, നമ്മളെ ത്രില്ലടിപ്പിച്ചിരിക്കുന്ന സംഭവം. നമ്മൾ എങ്ങനെ ആലോചിച്ചാലും അതിൽ പുറത്തേക്ക് വരാമെന്ന് നമുക്ക് തോന്നും, പക്ഷെ റൈറ്റർക്ക് തോന്നിയിട്ടില്ല. സോ മൊത്തത്തിൽ നമുക്ക് ഇതിലൊരു അർത്ഥം തോന്നൂല. എന്തുകൊണ്ടാണ് മാത്യുവിന് ഈ മോശം വരുന്നത്, എന്താണ് ഇതായിട്ട് ബന്ധം? മാത്യു ജോലിയും ലൈഫും എല്ലാം കളഞ്ഞിട്ട് എന്തിനു ഇത് പുറകെ പോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഉത്തരവും കിട്ടാനില്ല. ആകെ തിയേറ്ററിൽ നമ്മളെ കൂടാതെ 2 പേരെങ്ങനെ ഉണ്ട്, ബാക്കി ആരും തിയേറ്ററിൽ ഇല്ല. രാജമൗലിയുടെ ഈച്ചയൊക്കെ വെച്ച് ഇൻസ്പയർഡ് ആയിട്ട് ആ രീതിയിൽ ഈച്ച കൊണ്ട് ലൈഫ് ടേൺ ആവുന്ന, അല്ലെങ്കിൽ ഈച്ച കാരണം ലൈഫിൽ ഡിസിഷൻസ് എടുക്കുന്ന ബോണി എന്നുള്ള ക്യാരക്ടറിനെ കാണിക്കാനാണ് ഇതിലെ തിരക്കഥാകൃത്തും സംവിധാനം ശ്രമിച്ചതെന്നാ തോന്നുന്നു. പക്ഷെ ഒട്ടും ഇമോഷൻസ് എവിടെയും ബാധിക്കാതെ പോയൊരു സിനിമ. രാജമൗലിയുടെ ഈച്ച എന്നുള്ള പടം, നാനിയും സാമന്തി അഭിനയിക്കുന്ന ആ പടം, ആ ഒരു പടം കാണുമ്പോൾ ഈച്ച എന്നുള്ളൊരു ഇൻസെക്റ്റിനപ്പുറം അത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാക്കി. എന്നാൽ ഈ ഒരു പടം കണ്ടാൽ ഈച്ച എന്നുള്ള ജീവിക്ക് ഉള്ള വിലയും കൂടെ പോകും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം, എൻ്റെ അനുഭവമാണ്. ശിവാംഗിയുടെ വോയിസ് ഓവർ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരു സ്പെഷ്യൽ വോയിസ് ആയതുകൊണ്ട് വോയിസ് വരുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തമിഴ് കലർന്നൊരു മലയാളത്തിലാണ് സംസാരിക്കുന്നത്. മാക്സിമം മലയാളത്തിൽ തന്നെയാണ്, തമിഴ് ചെറിയൊരു ചൊവ മാത്രമേ ഉള്ളൂ. നല്ല വൃത്തിയാണ് പുള്ളിക്കാരിയുടെ ഒരു റോള് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. മാത്യു തോമസ് ഇനീഷ്യലി ഈച്ചയായിട്ടുള്ള സിനിമകളിൽ എനിക്കൊന്നും ഒരു ഐഡിയ കിട്ടാത്ത പോലത്തെ ഒരു തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരൻ അതൊക്കെ വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു.
അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റോറി ഒന്നും കാര്യമായിട്ടില്ലല്ലോ. മാത്യുവിനും പണിയുണ്ടോ അങ്ങനത്തെ സംഭവം അഭിനയിക്കണമെങ്കിൽ. അപ്പൊ എന്തായാലും എന്റെ അനുഭവത്തിൽ എനിക്ക് തൊട്ട് വർക്കൗട്ട് ആവാത്ത പടമാണ്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യണം. മറക്കാതെ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഇഷ്യൂ ആയി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ ബൈ ബൈ.